ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് കംപ്ലീറ്റ്ലി എൻ്റെ വീടിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു കാർ പോർച്ചുകളുണ്ട്. ഇവിടെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനും പിന്നെ അവിടുത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ബൈക്ക്, എൻ്റെ വണ്ടി അച്ഛൻ്റെ വണ്ടിയൊക്കെ വെക്കാനായിട്ടുള്ള ഏരിയ. പിന്നെ അവിടെ നമ്മളുടെ സ്നോബലിൻ്റെ വീട്, നമ്മുടെ സ്നോബുവിൻ്റെ വീട്. പിന്നെ ഈ ഏരിയ ഫുൾ അച്ഛൻ്റെ കൃഷിയും കാര്യങ്ങളും ഇതൊക്കെയാണ്. ഇവിടെയൊക്കെ ഫുൾ മാവും പിന്നെ പല പല സാധനങ്ങളൊക്കെ ഉണ്ട്. റംബൂട്ടാനുണ്ട്, മുരിങ്ങയുണ്ട്, കരിവേപ്പിലുണ്ട്, പിന്നെ എന്തൊക്കെയാണ് മാവുണ്ട്, ഒക്കെ ഉണ്ട് ഫ്രണ്ട് ഏരിയ മൊത്തം. നമ്മളുടെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പൂ പോലും ഇല്ല. അതാണ് നമ്മളുടെ വീടിൻ്റെ പ്രത്യേകത. ഫുൾ ഇങ്ങനത്തെ ഈ എന്താ പറയുക ചെടികളാണ്, മരങ്ങൾ എല്ലാം ഈ ഡബ്ബിൽ വെച്ചേക്കാണ്. ഈ കരിവേപ്പിലയും സാധനങ്ങളൊക്കെ ഇട്ടേക്കണത് അത് തന്നെ വേസ്റ്റായിട്ട് വളമായിട്ട് വളരട്ടെ എന്ന് പറഞ്ഞ് ഇട്ടേക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഈ പോണ്ടിനകത്ത് നേരത്തെ മീനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മീനൊക്കെ മാറ്റി നമ്മൾ കുറേ താമരയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ താമര എന്താണെന്ന് അറിയില്ല, അത് ചീഞ്ഞു പോയി, സംഭവം സെറ്റായിട്ടില്ല. ഇപ്പം അത് രണ്ടാമതൊന്നും കൂടി വെക്കണം സാധനങ്ങളൊക്കെ. ഇപ്പം അതിനകത്ത് മീൻ വളർത്തുന്നുണ്ട്, ഗപ്പി, നമ്മുടെ കുഞ്ഞു കുഞ്ഞു മീൻ. നേരത്തെ സിലോപ്പിയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു, ഫിഷ് ഫാമിംഗ് പോലെ ഉണ്ടായിരുന്നു. കൊറോണ ടൈമിലൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് തൂക്കി തന്നെ വിറ്റ് കൊടുക്കുമായിരുന്നു. ഇതാണ് ഫ്രണ്ട് ഏരിയ, ഇങ്ങനെ വരും. അപ്പോൾ നമ്മളുടെ ഹോളിൻ്റെ പോർഷനൊക്കെ ഇങ്ങനെ ആട്ടോ വരുന്നത്. നമ്മൾ ഓറഞ്ച് കളറ് സോഫയാണ് നമ്മളുടെ ഹോളിലുള്ളത്. പിന്നെ അവിടെ നമ്മളുടെ ഷോക്കേസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് വിഷ്ണുവിന് ഗിഫ്റ്റ് കിട്ടിയ, സ്കൂളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയ ട്രോഫീസ്, പിന്നെ ബാക്കിയുള്ള നോർമലി എല്ലാ വീടുകളിലും പോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ ഒരു വാഷ്റൂം ഉണ്ട്. പിന്നെ സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്കൊരു സ്റ്റോർ ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ അത് ഈ കാണുന്ന ഒരു ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ വാതിലിൻ്റെ ഒരു ഫ്രെയിമായിരുന്നു. നമ്മൾ ആദ്യം വീട് വെച്ച സമയത്തുള്ള ഫ്രെയിമായിരുന്നു. അപ്പോൾ രണ്ടാമത് വാതിൽ മാറ്റുമ്പോഴത്തേക്കും നമ്മളത് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളതൊരു ഷോ പീസായിട്ട് നമ്മൾ ചെയ്തേക്കണമായിരുന്നു. പിന്നെ ഹാളിൽ ഈ പറഞ്ഞൊരു യെല്ലോ ലൈറ്റ്, ഒരു ലാമ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഡൈനിങ് ഏരിയ വരും. പിന്നെ അതൊരു റൂമായിരുന്നു. പിന്നെ ഇവിടെ നമുക്കൊരു വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹോള് നമ്മൾ എന്താ പറയുക, ഒരു ഹോളിൽ തന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ സെപ്പറേറ്റ്, സാധാരണ നോർമലി ആർച്ച് പോലെ അല്ലെങ്കിൽ കർട്ടൻ ഇതിലൊക്കെ വെച്ചായിരിക്കും ഡിവൈഡ് ചെയ്യുക. പക്ഷെ നമ്മളങ്ങ് ചെയ്തിട്ടില്ല. പിന്നെ അതൊരു റൂമാണ്, അവിടെ അമ്മമ്മയുടെ റൂമാട്ടോ. പിന്നെ നമ്മളുടെ ടി വി യൂണിറ്റിൽ അത്യാവശ്യം കുറച്ചിങ്ങനെ വിഗ്രഹങ്ങളും ഇല്ലെങ്കിൽ എന്താ പറയുക ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യാതൊരു വിധത്തിൽ അടുക്കിപ്പറക്കി വെക്കലോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. നോർമലി എങ്ങനെ എൻ്റെ വീട് അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത് കേട്ടോ എൻ്റെ എൻഗേജ്മെൻറ്റിന്. പിന്നെ ഇത് നമ്മളുടെ മുകളിലത്തെ ഹോൾ പോർഷൻ വരും. അതാണ് വിഷ്ണുവിൻ്റെ സ്റ്റഡി റൂമൊക്കെ. പിന്നെ അറിയാമല്ലോ പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം വലിച്ചവരെയൊക്കെ ഇട്ടിട്ടുണ്ടാകും. അത് അവളുടെ ഒരു ഏരിയ ആണ്. ഹോളിലും ഇതേപോലെ തന്നെ നമുക്കൊരു സോഫ സെറ്റ് ഇതൊക്കെ ഉണ്ട്. പിന്നെ അഴ കണ്ടിട്ട് ആരും ചോദിക്കാൻ നിൽക്കരുത്, മഴക്കാലമാണ്, നമ്മൾ തുണിയൊക്കെ ഉണക്കി വെക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഇതെന്താ വിഷ്ണുവിൻ്റെ കലാവിരുദ്ധാണ്, BTS ഫാനാണ് അവൾ. അതിൻ്റെ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളും പെയിൻറ്റിങ് ഒക്കെയാണ്. പിന്നെ രണ്ട് സൈഡിലും നമുക്ക് എന്താ പറയണേ ടെറസ് വന്നിട്ട് അവിടെ നമ്മുടെ തുണിയൊക്കെ അലക്കിയിടാനുള്ളത് വാഷിംഗ് മെഷീനൊക്കെ അവിടെ വെച്ചേക്കണേ. പിന്നെ ഇത് നമ്മളുടെ സ്റ്റെയർ, നമ്മളുടെ താഴത്തെ ഫ്ലോറിൽ നമ്മൾ സ്റ്റെയറിൻ്റെ അവിടെയും പിന്നെ നമ്മളുടെ അവിടുത്തെ കേർട്ടനും മെയിൻ ലിവിങ് ഏരിയയിലെ കേർട്ടനും മുകളിലത്തെ ഹോളിലെ കേർട്ടനും നമ്മൾ ബ്ലാക്കും ആഷും തീമിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ റൂംസിലെല്ലാം വയലറ്റ് കളറാട്ടോ. പിന്നെ ഇത് നമുക്ക് നമ്മുടെ ചേട്ടൻ ഗിഫ്റ്റ് ചെയ്താണ് ഈ ഒരു നെറ്റിപ്പട്ടം. പിന്നെ മുകളിലും ഇതേപോലെ ഷോ പീസ് വെക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ റൂം. നമ്മളുടെ എല്ലാ റൂമിലെയും പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കബോർഡൊക്കെ നമ്മൾ ഫുൾ കവേർഡായി മീൻസ് ഏരിയ കവേർഡ് ചെയ്താണ് വെച്ചേക്കുന്നത്. കബോർഡൊക്കെ കൊടുത്തിട്ട് ഓപ്പൺ സ്പേസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടില്ല. പിന്നെ എല്ലാ റൂമിലും 3 റൂമിലും ഈ പറഞ്ഞ പോലെ ഒരു ഏരിയ ഉണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ ഒരു ഏരിയ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്തേനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കുരുത്ത സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ഇടാറ്. പിന്നെ എൻ്റെ റൂമിൽ ഞാൻ അഴ കെട്ടാറുണ്ട് മഴക്കാലം ആകുമ്പോഴത്തേക്കും. പിന്നെ ഇവിടെ നമ്മളുടെ അയൺ ചെയ്യുന്ന ഒരു ചെറിയൊരു പോർഷൻ, ഇതെൻ്റെ ഒരു ചെറിയൊരു സ്റ്റഡി ടേബിളായിരുന്നു. വർഷങ്ങൾ പഴക്കമുണ്ട് ഗൈസ് ഈ ഒരു സാധനത്തിന്. പിന്നെ അവിടെ ഒരു ചെറിയൊരു വോൾ ഫാനും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് അച്ഛൻ്റെ അമ്മയുടെയും റൂം, മാസ്റ്റർ ബെഡ്റൂം. എല്ലാ റൂമിലും നമ്മൾ വയലറ്റ് കളർ കേർട്ടനാട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ മുകളിൽ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ കബോർഡ് ഉണ്ട്. നമ്മൾ ഓപ്പൺ ആക്കിയിട്ടിട്ടില്ല, എല്ലാം നമ്മൾ കബോർഡ് കൊണ്ട് ക്ലോസ് ചെയ്തേക്ക് കേട്ടോ ചെയ്യണത്. കാരണം ഓപ്പൺ അങ്ങനെ ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പണ്ട് മുതലേ എല്ലാം അങ്ങനെ വെച്ചേക്കണേ. പിന്നെ ഇതൊരു വാഷ്റൂമാണ്. പിന്നെ ഇത് നമ്മളുടെ ഒരു എന്താ പറയുക സിറ്റ് ഔട്ട് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, മുകളിലത്തെ സിറ്റ് ഔട്ട്. അതെന്തിനാണ് ആ ജിമ്മിലെ സാധനം അവിടെ വെച്ചേക്കണേന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അതൊക്കെ അച്ഛൻ മേടിച്ച് വെച്ചാണ്, അച്ഛൻ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എനിക്കറിയാൻ പാടില്ല ചെയ്തിട്ടുണ്ടോ അത്. ഞാൻ ഇതുവരെയായിട്ട് ചെയ്ത് കണ്ടിട്ടില്ല, സത്യസത്യമായിട്ട് പറയണമല്ലോ. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഏരിയ. ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നല്ല രസമായിട്ട് നമ്മൾ പിള്ളേരും കസിൻസൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടേക്ക് ഇരിക്കും. പിന്നെ ഇതാണ് നമ്മളുടെ അടുക്കള. നമ്മുടെ അടുക്കളയുടെ തീം നമ്മൾ കൊടുത്തേക്കുന്നത്, കിച്ചൺ നമ്മൾ ചെയ്തേക്കുന്നത് ആഷും വൈറ്റും ബ്ലാക്കും വെച്ചിട്ട് ചെയ്തേക്കണം. അത്യാവശ്യം നല്ല പണിയാണ്. നമ്മുടെ ഫ്രിഡ്ജും ആഷ് തന്നെയാണ് കേട്ടോ. നല്ല പണിയാണ്. വൈറ്റ് ആകുമ്പോഴത്തേക്കും തുടച്ച് വൃത്തിയാക്കാനൊക്കെ പറഞ്ഞാൽ അടിപൊളി പണിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു വോള് മൊത്തം നമ്മൾ ടൈലിട്ടേക്കണേ, കാരണം മഴ ആകുമ്പോഴത്തേക്കും ഈർപ്പം അടിച്ചിട്ടൊക്കെ വോളൊക്കെ ഭയങ്കര അലമ്പായി തുടങ്ങി. അപ്പോൾ ടൈലിട്ടാൽ മതിയെന്ന് ഇതിൻ്റെ വർക്ക് എടുത്ത ആൾക്കാർ തന്നെ കേട്ടോ പറഞ്ഞത്. പിന്നെ നമ്മളുടെ വർക്ക് ഏരിയ ഈ പറഞ്ഞ പോലെ ആഷും വൈറ്റും ബ്ലാക്കും തീമിൽ തന്നെ മെയിനായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വർക്ക് ഏരിയ കേട്ടോ. അടുക്കളയിൽ നിന്ന് അങ്ങനെ കുക്ക് ചെയ്യാറില്ല, എല്ലാം നമ്മൾ വർക്ക് ഏരിയ എന്നാണ് നമ്മൾ ചെയ്യാറുള്ളത്. പാചക കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ രണ്ടാമത് പെയിൻ്റ് അടിച്ചിട്ടും ഈ പറഞ്ഞ പോലെ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റൂഫിന് ഇങ്ങനെ ആയിക്കാനുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതെൻ്റെ വീട്ടിലെ പ്രോബ്ലം മാത്രമല്ല കേട്ടോ, ഗണേഷിൻ്റെ വീട്ടിലും ഇതേ സെയിം അവസ്ഥ തന്നെയാണ്. പിന്നെ നമ്മൾ വർക്ക് ഏരിയ എന്നുള്ള പുറത്തുള്ള ഏരിയ ഇതാണ്. നമ്മളുടെ സ്നോബോലും ഉണ്ട് അവിടെ. പിന്നെ നമ്മളുടെ ഇപ്പുറത്തെ സൈഡിലെ ഏരിയയാണ് കിണറും കുറച്ച് പറമ്പും വാഴയും കാര്യങ്ങളും പിന്നെ അലക്കല്ലും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഗൈസ് എൻ്റെ വീടെന്ന് പറയുന്നത്. എൻ്റെ സ്വന്തം വീട് എറണാകുളത്തുള്ള എൻ്റെ വീട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഹോം ടൂർ 2-3 ദിവസം വെച്ച് എടുത്തേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.